അമിതാഭ് ബച്ചന്റെ കൊച്ചുമകൻ അഗസ്ത്യ നന്ദ, ഷാറുഖ് ഖാന്റെ മകൾ സുഹാന ഖാൻ, നമ്മുടെ ശ്രീദേവിയുടെ ഇളയ മകൾ ഖുഷി കപൂർ, അങ്ങനെ താരമക്കളുടെ അരങ്ങേറ്റ ചിത്രമാണ് ദ ആർച്ചീസ്. നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത ഒരു സിനിമയാണിത്. സോയ അക്തറാണ് ഈ സിനിമയുടെ സംവിധായിക. വലിയ സംഭവമൊന്നുമില്ല. ആർച്ചീസ് എന്ന കോമിക്സിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ ചിത്രം. ഞാൻ ചെറുപ്പത്തിൽ ഇതിന്റെ കോമിക്സ് കണ്ടിട്ടുണ്ട്, പക്ഷെ വായിച്ചിട്ടില്ല. US-ലെ റിവർഡെയിലിൽ നടക്കുന്ന കഥയെ ഇന്ത്യക്കാരാക്കാൻ വേണ്ടി കഥാപാത്രങ്ങളെല്ലാം ആംഗ്ലോ ഇന്ത്യൻസ് ആക്കിയിട്ട് റിവർഡെയിൽ എന്നൊരു നോർത്ത് ഇന്ത്യൻ സാങ്കല്പിക ടൗൺ ഉണ്ടാക്കി കഥ ഇന്ത്യയിലേക്ക് പറിച്ചു നട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ചെയ്ത പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. നോർത്ത് ഇന്ത്യൻ ടൗൺ ആണ്, പക്ഷെ ഷൂട്ടിംഗ് ഒക്കെ ഊട്ടിയുടെ പശ്ചാത്തലത്തിലാണ് നടത്തിയിട്ടുള്ളത്. പ്രകടനങ്ങളിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് വേദാന്ത് നാരംഗ് അവതരിപ്പിച്ച റജി എന്ന കഥാപാത്രമാണ്. ബാക്കി എല്ലാവരും വളരെ ക്രിഞ്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൾക്കാർ മാത്രമല്ല, പടം തന്നെ വളരെ ക്രിഞ്ചാണ്. താരമക്കളുടെ ആരുടെയും പ്രകടനം അത്ര കൺവിൻസിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. തമ്മിൽ ഭേദം എനിക്ക് തോന്നുന്നു ഖുഷി കപൂറിന്റെ അഭിനയമാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള താരങ്ങളുടെ പ്രകടനങ്ങൾ, മേക്കിംഗ്, തിരക്കഥ ഇവയെല്ലാത്തിലും ഒട്ടും സ്വാഭാവികത തോന്നാത്ത വിധത്തിൽ മൊത്തത്തിൽ ഒരു കൃത്രിമത്വം പടത്തിൽ ആകെ തോന്നുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ആയിട്ട് റിലേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ സിനിമ കാണുമ്പോൾ. എങ്കിലും ചില സീനുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ത്രികോണ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സീനുകൾ. അന്നത്തെ കാലത്ത് അതുപോലെ ക്യൂർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എങ്കിലും അതും കൊള്ളാമായിരുന്നു സിനിമയിൽ. സിന്ദഗി നാമിലേഗി ദുബാര, ദിൽ ധടക്കാനേ ദോ, അതുപോലെ ഗല്ലി ബോയ് തുടങ്ങിയ വലിയ സിനിമകളുടെ സംവിധായിക കൂടിയായിട്ടുള്ള സോയ അക്തറിന്റെ ചിത്രം എന്ന നിലയിൽ നമുക്കൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രതീക്ഷ വല്ലതും തോന്നിയെങ്കിൽ അത് വെറുതെയാണ്. പണക്കാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാത്രമേ സംവിധായിക്ക് അറിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമ കാണുന്ന മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഭൂരിഭാഗം വരുന്ന ഇന്ത്യക്കാർക്കും ഇത് എങ്ങനെ കണക്ട് ചെയ്യിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സംവിധായിക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കും ഈ പടം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതും. ഗംഭീരം എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ പടത്തിലില്ല. തിരക്കഥയോ സംവിധാനമോ മ്യൂസിക്കോ പ്രകടനങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആർട്ട് ഡിസൈൻ കൊള്ളായിരുന്നു. സെറ്റ്, കോസ്റ്റ്യൂംസ് ഒക്കെ ഒരു പഴയ കാലത്തെ സിനിമകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഹൈസ്കൂൾ മ്യൂസിക്കൽ മൂവിയാണ്. അതായത് ഏതെങ്കിലും ക്യാരക്ടേഴ്സിന് ഒരു തിരിച്ചൊറിച്ചിൽ വന്നാലും ഉടനെ ഒരു പാട്ട് അവിടേക്ക് കുത്തിത്തിരി കയറ്റി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഡാൻസ് കളിക്കുകയാണെങ്കിൽ ആ സ്ഥലത്തുള്ള അപ്പനും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും ഒക്കെ ചീത്ത പറഞ്ഞു. പാട്ടുകളുടെ അതിപ്രസരം തന്നെ എന്ന് പറയേണ്ടി വരും. എന്നാൽ ഈ പാട്ടുകൾ പടത്തിൽ നിന്ന് എടുത്ത് മാറ്റുകയാണെങ്കിൽ, പടം കുറച്ചുകൂടെ ക്രിസ്പ് ആവുകയാണെങ്കിൽ തിരക്കഥയ്ക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ, അല്ലെങ്കിൽ സിനിമയ്ക്ക് മൊത്തത്തിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റോ, കാണുന്നവർക്ക് എന്തെങ്കിലും ഗുണമോ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 2 മണിക്കൂർ 18 മിനിറ്റ് കണ്ടാന്ന് തോന്നുന്നു. അത്രയും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യമൊന്നും ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ എന്തെങ്കിലും കുറച്ചുകൊണ്ട് ഈ പടം വേണമെങ്കിൽ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാം. വല്ല ഫ്ലാറ്റിൽ വരുന്നതാണ് നിങ്ങൾ ഈ പടം കാണുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം പടത്തിന്റെ കഥ വളരെ ഫ്ലാറ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ സ്കിപ്പ് ഇറ്റ് എന്ന ഒരു വേർഡിക്റ്റ് ആണ് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ എനിക്ക് തോന്നുന്നുള്ളത്. ഒരു ഹിന്ദി സിനിമ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമയായിട്ടൊന്നും തോന്നില്ല. ഏതോ ഇംഗ്ലീഷ് പടത്തിന്റെ ഹിന്ദി ഡബിങ് പോലെയാണ് ഈ പടം കണ്ടാൽ എനിക്ക് തോന്നിയത്. സാധാരണക്കാർക്കും അങ്ങനെയാണ് തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മലയാളം ഡബിങ് നന്നായിട്ടുണ്ടായിരുന്നു.